നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ എംഎൽഎയും ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന പി.ടി. മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിച്ചിരുന്നു. ഈ ഒരു ക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പരസ്യ പ്രതികരണത്തെ വിലക്കിയിരിക്കുകയാണ്. KPCC നേതൃത്വമാണ് ഗവർണറെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണം വേണ്ട എന്ന ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളോടാണ് പരസ്യ പ്രതികരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ട എന്ന ഒരു നിലപാട് സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സർക്കുലറും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി പ്രതികരണം നടത്തിയാൽ കർശന നടപടിയെടുക്കുമെന്നാണ് സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ആണ് സർക്കുലർ ഇറക്കിയത്. സംഘടനാപരമായ കാര്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പറയരുത്, പ്രഖ്യാപിക്കരുത് എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വസ്തുനിഷ്ഠമായി പരാതി കിട്ടുകയാണെങ്കിൽ നടപടിയെടുത്ത ശേഷം വിശദീകരണം നൽകാൻ അവസരമുണ്ടാകും എന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ എതിർപ്പ് കാര്യമാക്കാതെ ഗവർണറിനെ പങ്കെടുപ്പിച്ച് പി.ടി. മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടിയുമായി മുന്നോട്ടു പോകുക എന്ന നീക്കമാണ് സംഘാടകർ ഇപ്പോൾ നടത്തുന്നത്. മോഹനകൃഷ്ണന്റെ മകനും UDF ജില്ലാ ചെയർമാനുമായ P.T. അജയ് മോഹൻ ചെയർമാനായ ട്രസ്റ്റിന്റെ പേരിലുള്ള പരിപാടിയിലാണ് ഗവർണറെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണറെ പങ്കെടുപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഇക്കാര്യത്തിൽ ട്രസ്റ്റ് ഭാരവാഹികൾ കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയവും നടത്തി. UDF ജില്ലാ ചെയർമാനായ P.T. അജയ് മോഹനാണ് ട്രസ്റ്റിന്റെ ചെയർമാൻ. അടുത്ത മാസം 10-ന് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം മറ്റൊരു വാർത്ത നമുക്ക് നോക്കാം. രാജ്ഭവനിൽ നടന്ന പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ചെലവായത് 5 ലക്ഷം രൂപ എന്ന വിവരവും പുറത്തുവരുന്നു. സത്യപ്രതിജ്ഞയ്ക്കുള്ള ചെലവിനായി 5 ലക്ഷം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണറുടെ സെക്രട്ടറി ഡിസംബർ 22-ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രിയുടെ അനുമതി കിട്ടിയതിനെ തുടർന്ന് ധനമന്ത്രി ബാലഗോപാൽ രാജ്ഭവന് അധിക ഫണ്ടായി 5 ലക്ഷം രൂപ ഡിസംബർ 28-ന് അനുവദിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. കടന്നപ്പള്ളി രാമചന്ദ്രനും KB ഗണേഷ് കുമാറുമാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. പരിപാടിയുടെ ചെലവായി രാജ്ഭവൻ ആവശ്യപ്പെട്ട തുക ടൂറിസം ഡയറക്ടർക്കാണ് ധനവകുപ്പ് അനുവദിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചായ സൽക്കാരവും രാജ്ഭവൻ സജ്ജമാക്കിയിരുന്നു. മരാമത്ത് വകുപ്പായിരുന്നു പന്തൽ തയ്യാറാക്കിയത്. പന്തലിന് ചെലവായ ബില്ലും പാസ്സാകേണ്ടതുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. ക്ഷണിതാക്കൾക്ക് മാത്രമേ ചടങ്ങിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണറുടെ ചായ സൽക്കാരം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.